മൂവി ബ്രാൻഡ്. കഴിഞ്ഞ ദിവസമായിരുന്നു നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത്. മലയാള സിനിമയുടെ കളക്ഷനെ കുറിച്ച് സംസാരിച്ചതിനെതിരെയാണ് ആന്റണി പെരുമ്പാവൂർ നീണ്ട കുറിപ്പുമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നത്. പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, ടൊവിനോ തോമസ് അടക്കമുള്ളവർ ആന്റണിക്ക് പിന്തുണയുമായി എത്തി. സിനിമാ സമരം സംഘടനാ തീരുമാനമല്ലെന്നും അതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. തിയേറ്ററുകൾ അടച്ചിടുകയും സിനിമകൾ നിർത്തിവെക്കുകയും ചെയ്യുമെന്ന് വ്യക്തികൾ തീരുമാനമെടുക്കുന്ന ഒരു രാജ്യത്തല്ല നമ്മൾ ആരും സംഘടനാപരമായി നിലനിൽക്കുന്നത്. മാത്രമല്ല, എമ്പുരാന്റെ ബജറ്റിനെ കുറിച്ചും 100 കോടി ക്ലബ് അവകാശവാദങ്ങളെക്കുറിച്ച് സുരേഷ് കുമാർ നടത്തിയ പരാമർശങ്ങൾക്ക് ആന്റണി മറുപടി നൽകിയിരുന്നു. തൊട്ടു പിന്നാലെ തിരിച്ചടിച്ച് സുരേഷ് കുമാറും രംഗത്തെത്തി. ഒരു സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ തനിക്കൊരു തീരുമാനം ഒറ്റയ്ക്കെടുക്കാൻ സാധിക്കില്ലെന്ന് പറയുകയാണ് ജി സുരേഷ് കുമാർ. കുറെ നാളായി ഇക്കാര്യം സംഘടനയിൽ ചർച്ച ചെയ്യുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്ത ശേഷം ഫെഫ്കെ അടക്കമുള്ളവരുമായും ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് യോഗം ചേർന്നിരുന്നു. അതിന്റെ മിനിറ്റ്സും ഉണ്ട്. അല്ലാതെ താനൊരു മണ്ടനൊന്നും അല്ലെന്നും സുരേഷ് കുമാർ തുറന്നടിച്ചു. കുറെ കാലമായി സിനിമ തുടങ്ങിയിട്ട് ആന്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ സിനിമ എടുത്തു തുടങ്ങിയ ആളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനൊരു മണ്ടത്തരം താൻ കാണിക്കില്ല. തമാശ കാണിക്കാനല്ല സിനിമയിൽ ഇരിക്കുന്നത്. 46 വർഷമായി സിനിമയിലുണ്ട്. ആന്റണിയെ താൻ കാണാൻ തുടങ്ങിയിട്ടും കുറെ വർഷങ്ങളായി. മോഹൻലാലിന്റെ അടുത്ത് വരുന്ന സമയം തൊട്ടേ അറിയാവുന്ന ആളാണ് ആന്റണി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ വിളിച്ചു പറയുകയോ ചെയ്യുന്ന ആളല്ല താൻ. ആന്റോ ജോസഫ് മെയ് വരെ ലീവ് എടുത്തിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ആ യോഗത്തിൽ അധ്യക്ഷനായത്. ആന്റണി ഒരു യോഗത്തിനും വരാറില്ല. അതാണ് ഇക്കാര്യങ്ങളൊന്നും അറിയാത്തത്. എമ്പുരാൻ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് അതുമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നോട് പറഞ്ഞതാണ്. പറഞ്ഞത് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം. തന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്നാണ് അവരിപ്പോൾ പറയുന്നത്. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് മോഹൻലാലാണ്. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ല. സിനിമാ സമരം സംഘടനയെടുത്ത തീരുമാനമാണ്. അതിൽ നിന്ന് പിന്മാറില്ല. 100 കോടി ക്ലബ് എന്ന് ചുമ്മാ പറയുന്ന പരിപാടി എല്ലാവരും നിർത്തണം. അത് ആന്റണിക്കും ബാധകമാണ്. ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. അതിനുള്ള തെളിവ് കാണിക്കുമെന്നും സുരേഷ് കുമാർ പറഞ്ഞു. സിനിമാ മേഖല ജൂൺ 1 മുതൽ നിശ്ചലമാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനം വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. വിവിധ സിനിമാ സംഘടനകൾ ചേർന്നെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനം.